ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ട് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ DME ലാബ് ടെക്നീഷ്യൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള റാങ്ക് ഫയൽ ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. സോ ഒരു 1000 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 99 റുപ്പീസാണ് വരുന്നത്. അതിൽ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് കേരള PSCയിൽ ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് മൊഡ്യൂൾ വൈസ് ആണ് വരുന്നത്. ഇപ്പം നമുക്ക് ഹെമറ്റോളജി, മൈക്കോളജി എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂൾ വൈസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഏത് PSCയിലാണ് ചോദിച്ചത് എന്നും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓൺലൈൻ എക്സാം, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൺലൈൻ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ആയിട്ട് ആ എക്സാം കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആ 100 ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരു 100 ക്വസ്റ്റ്യൻസ് 1 hour എക്സാം എന്നുള്ള രീതിയിലായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യെസ് എന്നോ അല്ലെങ്കിൽ തംസ് അപ്പോ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമുക്കങ്ങനെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക. കാരണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രാക്ടീസ് എക്സാം ഇഷ്ടം പോലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ 21st ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ASO test is used to detect option A staphylococcus, option B micrococcus, option C haemophilus, option D streptococcus. അതായത് ASO ടെസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ASO ടെസ്റ്റ്, യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കയാണ്. സ്ട്രെപ്റ്റോകോക്ക എന്ന് പറയുന്നത് നമ്മൾ ഈ ASOൻ്റെ ഫുൾ ഫോം എന്താ? ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്നാണ്. ASOൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്നാണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഫുൾ ഫോം അറിയണമെങ്കിൽ കറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്നാണ്. അതായത് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കേനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ASO ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കൻ. ഓക്കെ, ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോക്കോനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ടെസ്റ്റാണ്. ചിലപ്പോൾ ASO ടെസ്റ്റ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് ചോദിക്കാം. ന്യൂട്രലൈസേഷൻ ടെസ്റ്റാണ്. ന്യൂട്രലൈസേഷൻ ടെസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സാമ്പിളിൽ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ A ഉണ്ടോയെന്നാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? സ്ട്രെപ്റ്റോലൈസിൻ O എന്ന് പറയുന്നത് നമ്മൾ ആ സാമ്പിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O ഈ സ്ട്രെപ്റ്റോലൈസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ, ASO ടെസ്റ്റിൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്കിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതിൽ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O ഉണ്ടോയെന്നാണ്. സോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്ട്രെപ്റ്റോലൈസിനെ ഈ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോ ഇത് നമ്മളൊരു ന്യൂട്രലൈസേഷൻ ടെസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കുറച്ചധികം പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഫൈൻഡ് ദ MCH of sample of blood having 12 gram HB 12 gram percentage RBC and 4 millions per cubic millimeter. Option A 3 picogram, option B 30 picogram, option C 300 picogram, option D 3000 picogram. ഇവിടെ ചോദിച്ചിരിക്കുന്നത് MCH വാല്യൂ കണ്ടുപിടിക്കാനാണ്. HBൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്, RBCൻ്റെ വാല്യൂം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് MCHൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? യെസ്, MCH എന്ന് പറഞ്ഞാൽ HB by RBC, HB by RBC ഇൻറ്റു 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂ കൊടുത്തു നോക്കാം. HB എത്രയാണ്? 12.
ആർ ബി സി 4 ഇൻറ്റു 10. 12/4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? യെസ്. 3 ഇൻറ്റു 10 30. സോ ആൻസർ എത്രയായിരിക്കും? 30 പൈക്കോഗ്രാം. പൈക്കോഗ്രാം എന്നുള്ളതാണ് കേട്ടോ MCHൻ്റെ യൂണിറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ MCH നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? HB/RBC ഇൻറ്റു 10 എന്നുള്ള രീതിയിലാണ്. ഓക്കെ. സോ MCH അല്ലെങ്കിൽ MCH അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് MCVൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും. MCV എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? PCV/RBC ഇൻറ്റു 10 ആയി. PCV/RBC ഇൻറ്റു 10 ചെയ്താൽ നമുക്കതെന്ത് കിട്ടും? MCV കിട്ടും. അതും നോട്ട് ചെയ്ത് വെക്കുക. MCHൻ്റെത് HB/RBC ഇൻറ്റു 10, MCVൻ്റെത് PCV/RBC ഇൻറ്റു 10. PCVനെ നമ്മൾ HCT എന്നും കൂടി പറയൂ കേട്ടോ, ഹെമറ്റോക്രിറ്റ്. HCT എന്ന് പറഞ്ഞാലും PCV എന്ന് പറഞ്ഞാലും ഒന്നാണ്. HCT എന്ന് പറഞ്ഞാലും PCV എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇനി MCH ആണ് ചോദിക്കുന്നതെങ്കിലോ, MCHC ആണ് ചോദിക്കുന്നതെങ്കിലോ, MCHC എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഓക്കെ HB/PCV ഇൻറ്റു 100 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? MCH ഡിവൈഡഡ് ബൈ MCV ഇൻറ്റു 100. രണ്ടും MCHCൻ്റെ കാൽക്കുലേഷനാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. MCH എന്ന് പറഞ്ഞാൽ HB/RBC ഇൻറ്റു 10, MCV എന്ന് പറഞ്ഞാൽ PCV/RBC ഇൻറ്റു 10, MCHC എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ HB/PCV ഇൻറ്റു 100 ആണ്, മാറിപ്പോരുത്. അല്ലെങ്കിൽ MCH/MCV ഇൻറ്റു 100. ഓക്കെ. ഈ കാൽക്കുലേഷനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ് ചോദിച്ചതെങ്കിൽ ബാക്കിയുള്ളതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസ് സ്കർവി? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? സ്കർവി കോസ് ചെയ്യുന്ന വൈറ്റമിൻ്റെ ഏത് ഡെഫിഷ്യൻസിൻ്റെ കാരണമാണ് സ്കർവി വരുന്നത്? ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്? യെസ്, വൈറ്റമിൻ സിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി വൈറ്റമിൻ ഡി ആണ് സ്കർവി. ഓക്കെ. അപ്പോൾ വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷൻ ഏതാണ്? വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഏതാ? അസ്കോർബിക് ആസിഡ് ആണ് അല്ലേ? ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കാട്ടോ. അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷൻ ഏതാണ്? യെസ്, സീറോഫ്താൽമിയ, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നമ്മൾ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മളെ റെറ്റിനോളാണ്. റെറ്റിനോളോ റെറ്റിനോയിക് ആസിഡ് ഒക്കെ. സോ വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ എന്നൊക്കെ പറയുന്നത്. വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും റിക്കറ്റ്സും എന്ത് കാരണം വരുന്ന കണ്ടീഷനാണ്? വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. റിക്കറ്റ്സ് വരുന്നത് ചിൽഡ്രൻസിനും ഓസ്റ്റിയോമലേഷ്യ വരുന്നത് അഡൽട്ടിനുമാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കണേ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അഡൽട്ടിനുമാണ് ഓസ്റ്റിയോമലേഷ്യ വരുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ യെസ്, കോളികാൽസിഫറോള്, എർഗോ കാൽസിഫറോളൊക്കെയാണ് എന്ത് വൈറ്റമിൻ ഡിൻ്റെ മറ്റു പേരുകൾ. എർഗോ അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എർഗോ കാൽസിഫറോൾ. ഓക്കെ. വൈറ്റമിൻ ബി എന്നുള്ള രീതിയിലല്ല, നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത് അല്ലേ? വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? യെസ്, B1, B2 ആരൊക്കെ വരും? യെസ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ B1, B2, B3, B5, B6,
7, B9, B എല്ലാം പോയി. ഓക്കെ, B12 എന്നുള്ള രീതിയിൽ എല്ലാം വരും അല്ലേ. B1, B2, B3, B5, B6, B7, B9 ആൻഡ് B12 എന്നും പറഞ്ഞു. അപ്പോൾ അത്രയും ആൾക്കാരുണ്ട് നമുക്ക് B കോംപ്ലക്സിൽ. അപ്പോൾ ഓരോന്നിൻ്റെ ഡെഫിഷ്യൻസിയും നമുക്ക് നോക്കാം. കാരണം വൈറ്റമിൻ, ഏതെങ്കിലും ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ വേറെ പേരുകളോ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. B1 എന്ന് പറഞ്ഞാൽ തയമീനാണ്. B1 തയമീനാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് ബെറിബെറി എന്ന് പറയുന്നത്. ബെറിബെറി. B2 എന്ന് പറയുന്നത് റൈബോഫ്ലേവിനാണ്. റൈബോഫ്ലേവിൻ. B3 എന്ന് പറയുന്നത് നിയാസിൻ. നിയാസിൻ. B3 നിയാസിൻ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണേ. നമ്മൾ ഓരോന്ന് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് നമുക്ക് ആ മൈൻഡിൽ നിൽക്കും. കാരണം അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു 10-15 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മൈൻഡിൽ സെറ്റ് ആവും. സോ B1 തൈമിൻ, B2 റിബോഫ്ലേവിൻ, B3 നിയാസിൻ. നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. പെല്ലഗ്ര. ഓക്കെ. പിന്നെ B5 എന്ന് പറയുന്നത് പാൻറ്റോതെനിക് ആസിഡാണ്. B5 പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡാണ് B5. B6 പിരിഡോക്സിൻ. പിരിഡോക്സിൻ. B6 പിരിഡോക്സിനാണ്. B7 ബയോട്ടിനാണ്. B7 ബയോട്ടിൻ. B9 ഫോളേറ്റ് ആണ്. B12 കൊബാലമീനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ പേരും പഠിക്കണം. നമ്മൾ വൈറ്റമിൻ എ പറഞ്ഞത് വൈറ്റമിൻ B1 പറഞ്ഞത് തൈമിൻ, B2 റിബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളേറ്റ്, B12 കൊബാലമിൻ. അതിൽ B1ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് ബെറിബെറി എന്ന് പറയുന്ന കണ്ടീഷൻ. പെല്ലഗ്ര എന്ന് പറയുന്ന കണ്ടീഷൻ നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ്. അതുപോലെ തന്നെ അപ്പോൾ പെർണീഷ്യസ് അനീമിയ പറയാണ് എങ്കിൽ നമുക്കത് വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് പെർണീഷ്യസ് അനീമിയ. പെർണീഷ്യസ് അനീമിയ. ഓക്കെ. ഫോളേറ്റിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പറയാം. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അങ്ങനെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മെയിൻ ഷുഗർ പ്രസൻറ്റ് ഇൻ സെമൻ. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ലാക്ടോസ്, ഓപ്ഷൻ സി സൂക്രോസ്, ഓപ്ഷൻ ഡി ഫ്രക്ടോസ്. നമ്മൾ സെമനിൽ കാണുന്ന ഗ്ലൂക്കോസ് ഏതാണ്? ഷുഗർ ഏതാണ്? യെസ്, ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ് നമ്മൾ സെമനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഷുഗർ. സോ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ സെക്രീറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ സെമിനൽ വെസൈക്കിളാണ് കേട്ടോ. സെമിനൽ വെസൈക്കിളാണ്. സോ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ പ്രോപ്പറാണോ, ഇത് മര്യാദയ്ക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫ്രക്ടോസിനെ നമ്മൾ സെമനിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഫ്രക്ടോസിനെ സെമനിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് റിസോസിനോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. റിസോസിനോൾ ടെസ്റ്റ്. റിസോസിനോൾ ടെസ്റ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിസോസിനോൾ ടെസ്റ്റും ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ ഷുഗറിൽ കാണുന്ന സെമനിൽ കാണുന്ന ഷുഗറാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ റിസോസിനോൾ ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെമിനൽ വെസൈക്കിളാണ് ഈ ഒരു ഫ്രക്ടോസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. That is, tyndallization is the moist yeast sterilization method. Option A at 160 degrees Celsius. Option B at 100 degrees Celsius. Option C below 100 degrees Celsius. Option D
എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ്? ടിൻഡിലൈസേഷൻ ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? യെസ്, അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ടിൻഡിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആണ് അല്ലേ? ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ടിൻഡിലൈസേഷൻ എന്ന് പറയുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ് 3 ദിവസം ചെയ്യുന്നതാണ് ടിൻഡിലൈസേഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ 100 ഡിഗ്രി ആണ്, ടൈം 20 മിനിറ്റ്സ് ആണ്. ഒരു ദിവസം ചെയ്താൽ മതിയോ? പോരാ, 3 സക്സസീവ് ഡേയ്സ് നമ്മളത് ചെയ്താലാണ് എന്ത് പറയുക, ടിൻഡിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളധികം ഷുഗർ കണ്ടെയ്നിങ് മീഡിയാസ് ഒക്കെയാണ് എന്ത് ചെയ്യുക, ഷുഗർ കണ്ടെയ്നിങ് കാര്യങ്ങളൊക്കെയാണ് ടിൻഡിലൈസേഷൻ ചെയ്യാറുള്ളത്. ഇതേപോലെ മറ്റൊരു ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആണ് ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ അതിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. ടെമ്പറേച്ചർ ഒരു 80 to 85 ആയിരിക്കും. സോ ഇവിടെ ഇൻസ്പിസേഷൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ ബിലോ 100 ആയിരുന്നു എടുക്കേണ്ടത് അല്ലേ? 80 to 85 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റ്സ് 3 ഡേയ്സ് ചെയ്താൽ നമുക്കത് ഇൻസ്പിസേഷൻ. കാരണം ഒരുമിച്ച് പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ടിൻഡിലൈസേഷൻ ടെമ്പറേച്ചർ കൂടുതലാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ്. ഇൻസ്പിസേഷൻ ആണെങ്കിൽ 80 to 85 ഡിഗ്രി സെൽഷ്യസിലാണ് 30 മിനിറ്റ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ അധികം ഇത് LJ മീഡിയക്കാണ് ഇൻസ്പിസേഷൻ ചെയ്യാറുള്ളത് കേട്ടോ. LJ മീഡിയ നമ്മൾ TBക്ക് വേണ്ടിയിട്ടാണ് LJ മീഡിയ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓൺലി ഹൊറിസോണ്ടൽ ബോൺ ഇൻ സ്കെലട്ടൺ. സോ ഇത് അനാട്ടമി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ബോഡി സ്കെലട്ടൻസിൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കാണുന്ന ബോൺ ഏതാണെന്നുള്ളത്. ദാറ്റ് ഈസ് ക്ലാവിക്കിൾ. അതായത് നമ്മളുടെ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ കോളർ ബോൺ എന്ന് പറയും അല്ലെ, ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയുന്ന നമ്മൾ കോളറിലുള്ള ബോണില്ലേ, അതാണ് ഹൊറിസോണ്ടലി ആയിട്ട് ഉള്ള ബോൺ എന്നുള്ളത്. ബാക്കി എല്ലാ ബോൺസും വെർട്ടിക്കലി ആയിട്ടായിരിക്കും. ആകെ ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന ബോൺ എന്ന് പറയുന്നത് കോളർ ബോൺ ആണ് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് അതും അനാട്ടമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പൈറോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ഓപ്ഷൻ എ ലങ് വോളിയം, ഓപ്ഷൻ ബി ഹാർട്ട് റേറ്റ്, ഓപ്ഷൻ സി ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, ഓപ്ഷൻ ഡി എൻഡോക്രൈൻ ആക്ടിവിറ്റി. യെസ്, സ്പൈറോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലങ് വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെയിൻലി ആസ്മ പേഷ്യൻസിലൊക്കെ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വോളിയം ആണ് ലങ്ങിലുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഇൻസ്പയർ ചെയ്യാനോ എക്സ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ലങ് കപ്പാസിറ്റിയൊക്കെ നോക്കുന്നതാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഓക്കെ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ഓർഗാനിസം ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ കാർബോണിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈലൂറോണിക് ആസിഡ്, ഓപ്ഷൻ സി മൈക്കോളിക് ആസിഡ്, ഓപ്ഷൻ ഡി ബ്യൂട്ടാരിക് ആസിഡ്. യെസ്, ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ത് കാരണമാണ് വരുന്നത്? മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ സെൽവാളുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന കാര്യം. ആർക്കാ ഈ ആസിഡ് ഫാസ്റ്റ്നെസ് ഉള്ളത്? യെസ്, മെയിൻലി നമ്മൾ TBക്കൊക്കെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിൻ്റെ ഒക്കെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് അല്ലേ, അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ്നെസ്. ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്? ZN സ്റ്റെയിൻ, നീൽസ്റ്റൺ സ്റ്റെയിൻ ആണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ്നെസ്സിന് കോമൺലി ചെയ്യാറുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ്നെസ് ഉണ്ടാവാൻ കാരണം എന്താണ്? മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടൻ്റാണ്. നമ്മൾ TBക്കൊക്കെയാണ് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? സീൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അബ്നോർമൽ യൂറിനറി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഓപ്ഷൻ എ കീറ്റോൺ ബോഡി, ഓപ്ഷൻ ബി ബൈൽ സാൾട്ട്, ഓപ്ഷൻ സി ബെൻസ് ജോൺസ് പ്രോട്ടീൻ, ഓപ്ഷൻ ഡി ബിലിറുബിൻ. കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമ്മൾ അബ്നോർമലായിട്ട് കാണുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എന്ന് പറയുന്നത് ബൈൽ സാൾട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആൻസർ. സോ ശരിക്കും നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ യൂറിൻ എടുത്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈൽ സാൾട്ടും ഉണ്ടാവും, ബൈൽ പിഗ്മെൻസും ഉണ്ടാവും കേട്ടോ. രണ്ടും വരും. ബൈൽ സാൾട്ടും ഉണ്ട്, ബൈൽ പിഗ്മെൻസും ഉണ്ട്. പക്ഷേ യൂറോബിലിനോജൻ ഉണ്ടാവുമോ? ഇല്ല, യൂറോബിലിനോജൻ ആബ്സെൻ്റ് ആണ്. ബൈൽ സാൾട്ട് പ്രസൻ്റ് ആണ്,
പിഗ്മെൻറ്റും പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ യൂറോബിലിനോജൻ ആബ്സെൻ്റ് ആയിരിക്കും, ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ചു വെക്കേണ്ട കേസാണ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ യൂറോബിലിനോജൻ ആബ്സെൻ്റ് ഓർ ഡിക്രീസ്ഡ് ആണ്, ബൈൽ പിഗ്മെൻറ്റ് പ്രസൻ്റ് ആണ്, ബൈൽ സോൾട്ട് പ്രസൻ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, സോ ബെൻസ്റ്റോൺ പ്രോട്ടീനും കീറ്റോൺ ബോഡീസും ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ കേസിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. WBC ഹാവിങ് ബ്ലൂ ബ്ലാക്ക് ഗ്രാനുൾ. ബ്ലൂ ബ്ലാക്ക് ഗ്രാനുളുള്ള WBC ഏതാന്നുള്ളത്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ഇയോസ്നോഫിൽ, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫിൽ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ബേസോഫിലാണ് നമ്മൾ ബ്ലൂ ബ്ലാക്ക് ഗ്രാനുൾസ് വരുന്നത്. കാരണം നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബ്ലഡിൻ്റെ കോമ്പോസിഷൻ ഏരിയയിൽ അല്ലേ. കാരണം ഇയോസ്നോഫിലിൽ റെഡ് കളർ ഗ്രാനുളാണ് ഉള്ളത്, ന്യൂട്രോഫിൽസിന് ന്യൂട്രൽ ആയിട്ടുള്ള ഗ്രാനുൾസ് ആണ് ഉണ്ടായിരുന്നത്, ന്യൂട്രൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രാനുളാണുള്ളത്. ബേസോഫിൽസിന് ബ്ലാക്ക് ഓർ ബ്ലൂ ബ്ലാക്ക് കളർ ഗ്രാനുളാണുള്ളത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം കോമൺലി യൂസ്ഡ് സ്റ്റെയിനിങ് മെത്തേഡ് ഇൻ സൈറ്റോളജി. ഓപ്ഷൻ എ AFB സ്റ്റെയിൻ, ഓപ്ഷൻ ബി HND സ്റ്റെയിൻ, ഓപ്ഷൻ സി പാപ് സ്റ്റെയിൻ, ഓപ്ഷൻ ഡി നെഗറ്റീവ് സ്റ്റെയിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? സൈറ്റോളജിയിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? യെസ്, പാപ് സ്റ്റെയിൻ. മെയിൻലി ഗൈനക്കോളജിക്കൽ സ്മിയറിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പാപ് സ്റ്റെയിൻ ആണ് അല്ലേ, പാപ്പനിക്കോളോ സ്റ്റെയിൻ എന്ന് പറയാം. സോ ഈ പാപ് സ്റ്റെയിനിൽ മെയിൻലി ഉള്ള കണ്ടൻറ്റ് എന്താ വെച്ചാന്ന് ചോദിച്ചാൽ ഹെമറ്റോക്സിലിനും OG6ഉം EA36ഉം ആണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട്. സോ ഇത് നമ്മൾ ന്യൂക്ലിയർ സ്റ്റെയിൻ ആണ്, ഇത് നമുക്ക് കൗണ്ടർ സ്റ്റെയിനും ആണ് വരുന്നത്. ഓക്കെ, ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്റ്റെയിൻ ആണ്, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോമൺലി നമ്മൾ സൈറ്റോളജി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് പാപ് സ്റ്റെയിൻ. അതിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹെമറ്റോക്സിലിനും ഇയോസിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് OG6ഉം EA36ഉം ആണ്. സോ അതിൽ ഹെമറ്റോക്സിലിൻ ആണ് ന്യൂക്ലിയർ സ്റ്റെയിൻ ആയിട്ട് വരുന്നത്. AFB എന്ന് പറയുമ്പോൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ആണ് വരുന്നത്. അതേപോലെ നെഗറ്റീവ് സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ക്യാപ്സ്യൂളിനൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിൻ, നിഗ്രോസിൻ സ്റ്റെയിനൊക്കെ നമുക്ക് നെഗറ്റീവ് സ്റ്റെയിനിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇന്ത്യ ഇങ്ക് സ്റ്റെയിന്, നിഗ്രോസിൻ സ്റ്റെയിനൊക്കെ നെഗറ്റീവ് സ്റ്റെയിനിന് എക്സാമ്പിളായിട്ട് വരും. HNE സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഹെമറ്റോക്സിലിൻ ഇയോസിൻ സ്റ്റെയിൻ ആണ്. HNE സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ് ടു ദ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലിവിങ് അൺസ്റ്റെയിൻഡ് സ്പൈറോക്കീറ്റ്. നോട്ട് ചെയ്ത സ്പൈറോക്കീറ്റിൻ്റെ ഡെമോൺസ്ട്രേഷന് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. ഓപ്ഷൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി പോളറൈസിംഗ് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ സി ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ഡി ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ്. ഏതാണ് നമ്മൾ സ്പൈറോക്കീറ്റിനും യൂസ് ചെയ്യുന്നത്? യെസ്, ഡാർക്ക് ഗ്രൗണ്ട് ഓർ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിവിങ് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പൈറോക്കീറ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ലിവിങ് ആയിട്ടുള്ള സെല്ലിനെ സ്പൈറോക്കീറ്റിനെയാണ്. അതും നമുക്ക് അവിടെ സ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പൈറോക്കീറ്റിനെയാണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഒന്നെങ്കിൽ സ്പൈറോക്കീറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ട്രിപ്പണിമ എന്ന് ചോദിക്കാം. കാരണം സ്പൈറോക്കീറ്റുകളാണ് ലെപ്റ്റോസ്പൈറയും ട്രിപ്പണിമയും ബൊറീലിയയും. അപ്പോൾ ഇതിൻ്റെ ഓരോ പേരെടുത്തിട്ട് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. ഇതിൻ്റെ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, റിഫ്ലക്റ്റഡ് ലൈറ്റാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഹാവിംഗ് A ഗ്രൂപ്പ് ഫാദർ ആൻഡ് A ഗ്രൂപ്പ് മദർ. ഓപ്ഷൻ A ആൻഡ് B, ഓപ്ഷൻ B A ആൻഡ് O, ഓപ്ഷൻ C A ഓൺലി, ഓപ്ഷൻ D O ഓൺലി. കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? യെസ്, A ആൻഡ് O എന്ന് പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ A ഗ്രൂപ്പും
ഫാദർ എന്ന് പറയുമ്പോഴും രണ്ട് ഫിനോടൈപ്പ് വരാം അല്ലേ, ഒന്നുകിൽ എ വരാം അല്ലെങ്കിൽ AO വന്നാലും നമുക്ക് എന്താണ് ഫാദറിൻ്റെ ഫിനോടൈപ്പ് വരാം എന്നുള്ള രീതിയിലാണ്. സോ മദറിൻ്റെ ഫിനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ A അല്ലെങ്കിൽ AO വരാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് വരുമ്പം ഒന്നുകിൽ നമുക്ക് കുട്ടീൻ്റെ ഫിനോടൈപ്പ് A വരാം, അല്ലെങ്കിൽ AO വരാം, അതും അല്ലെങ്കിൽ OO എന്നുള്ള ഫിനോടൈപ്പ് വരാം. അപ്പോൾ ഒന്നെങ്കിൽ A ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ O ഗ്രൂപ്പ് ആവാം. ഓക്കെ, ഈ രണ്ട് തരത്തിൽ നമുക്ക് ഫിനോടൈപ്പ് വരുന്നത് കൊണ്ട് എയും ആവാം ഓയും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോവിങ് ആർ യൂസ് ടു ഡിറ്റക്ട് ബാക്ടീരിയൽ മോട്ടിലിറ്റി എക്സെപ്റ്റ് ഓപ്ഷൻ A സ്ട്രീക്ക് കൾച്ചർ, ഓപ്ഷൻ B ഹാങ്ങിങ് ഡ്രോപ്പ്, ഓപ്ഷൻ C മാനിറ്റോൾ മീഡിയം, ഓപ്ഷൻ D ക്രൈഗീസ് മീഡിയം. ഓക്കെ, മോട്ടിലിറ്റിയിൽ ഡിറ്റക്റ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ്, ഏത് മെത്തേഡിലാണെന്നാണ്, ദാറ്റ് ഈസ് സ്ട്രീക്ക് കൾച്ചറാണ്. സ്ട്രീക്ക് കൾച്ചറിലാണ്. കാരണം നമ്മൾ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയൻ്റെ മോട്ടിലിറ്റി നോക്കുന്ന മെത്തേഡാണ് അല്ലേ. നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് സ്ലൈഡ് ഉണ്ടാവും, അതിലേക്ക് നമ്മൾ കവർ സ്ലിപ്പ് വെച്ചിട്ട് എന്താ ചെയ്യുക, ഒരു ഡ്രോപ്പ് കവർ സ്ലിപ്പിൽ ഒരു ഡ്രോപ്പ് സാമ്പിൾ വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ഇവിടെ ഹാങ് ചെയ്ത് കിടക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിൽ ബാക്ടീരിയ മോട്ടയിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രേഗീസ് ട്യൂബും നമ്മൾ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം തന്നെയാണ് അതിൻ്റെ പേര്, മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം. കാരണം അതിൽ രണ്ട് കാര്യം, മാനിറ്റോളിനെ ഫെർമെൻറ്റ് ചെയ്യുന്നതും നമുക്ക് നോക്കാൻ പറ്റും, മോട്ടിലിറ്റിയും നോക്കാൻ പറ്റും. കാരണം അതൊരു സെമി സോളിഡ് മീഡിയം ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റാബ് കൾച്ചറാണ് ചെയ്യുന്നത്. സ്റ്റാബ് കൾച്ചർ ചെയ്യുമ്പം അതിങ്ങനെ മോട്ടൈലായിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ചുറ്റും നമുക്ക് ഗ്രോത്ത് വരുന്നതാണ്. മോട്ടയിലെങ്കിൽ ഇതിൽ സ്റ്റാബ് ചെയ്ത സ്ഥലത്ത് മാത്രമേ ഗ്രോത്ത് വരുള്ളൂ. മോട്ടയിലാണെങ്കിൽ ഇവിടെയൊക്കെ ഗ്രോത്ത്, മോട്ടയിൽ ഏതാണെങ്കിൽ മാത്രമേ ചുറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ടാണ് മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം. അപ്പോൾ ഈ 3 കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിലിറ്റി നോക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ സ്ട്രീക്ക് കൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മോട്ടിലിറ്റി ഏതിലൊക്കെ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റൽ സീൻ ഇൻ അമീബിക് ഡിസെൻട്രി. ഓപ്ഷൻ A കാൽഷ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ B ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ, ഓപ്ഷൻ C ട്രിപ്പിൾ ഫോസ്ഫേറ്റ്, ഓപ്ഷൻ D അയൺ ക്രിസ്റ്റൽ. യെസ്, അമീബിക് ഡിസെൻട്രിയിൽ കോമൺലി കാണുന്ന ക്രിസ്റ്റൽ ഏതാണ്, ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ക്രിസ്റ്റലാണ് നമ്മൾ അമീബിക് ഡിസെൻട്രിയിൽ കാണുന്നത് കേട്ടോ, ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് നോട്ട് എ കീറ്റോൺ ബോഡി. കീറ്റോൺ ബോഡി അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ A അസറ്റിക് ആസിഡ്, ഓപ്ഷൻ B അസറ്റോൺ, ഓപ്ഷൻ C ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടാറിക് ആസിഡ്, ഓപ്ഷൻ D അസറ്റോ അസറ്റേറ്റ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, അസറ്റോൺ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കീറ്റോൺ ബോഡി? സോറി, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അസറ്റിക് ആസിഡ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് കീറ്റോൺ ബോഡി ആയിട്ട് വരുന്നത്? അസറ്റോണും അസറ്റിക് ആസിഡും ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്, ഇതും അതായത് അസറ്റോണും അസറ്റിക് ആസിഡ് ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡും എന്താണ്, കീറ്റോൺ ബോഡിയാണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് കീറ്റോൺ ബോഡി അല്ല, മാറിപ്പോരുത്, കൺഫ്യൂഷൻ ആവരുത്. അസറ്റിക് ആസിഡ്, ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഒരു കീറ്റോൺ ബോഡിയല്ല. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏതൊക്കെ ടെസ്റ്റാണ്? യെസ്, കീറ്റോൺ ബോഡിക്ക് റോത്തറാസ് ടെസ്റ്റ്, ജെർഹാർഡ്സ് ടെസ്റ്റ്, അതേപോലെ ഹാർട്ട് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ്, ഇതൊക്കെ കോമൺലി നമ്മൾ കീറ്റോൺ ബോഡിക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ് കേട്ടോ. അതും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോബ് വെബ് ക്ലോട്ട് ഓഫ് CSF ഇൻഡിക്കേറ്റ്. ഓപ്ഷൻ A ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ C ഓപ്ഷൻ B എൻസെഫലൈറ്റിസ്, ഓപ്ഷൻ C പോളിയോമൈലൈറ്റിസ്, ഓപ്ഷൻ D ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്. ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കോബ് വെബ് കോയാഗുലം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പൈഡർ വെബ് എന്നായിരിക്കും ചോദിക്കുക. സ്പൈഡർ വെബ് കോയാഗുലം എന്ന് പറയുന്നതും
സെയിം എന്നാണ് കോബ് വെബ് ഓർ സ്പൈഡർ വെബ് കോയാവകലം കാണുന്നത് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ബാക്കിയുള്ള കേസിലൊന്നും അത് കാണാൻ പറ്റില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ. ഓപ്ഷൻ എ ബിയർ ലാംബേർട്സ് ലോ, ഓപ്ഷൻ ബി ലാൻഡ്സ്റ്റൈനേഴ്സ് ലോ, ഓപ്ഷൻ ഡി മെൻഡലിയൻ ലോ, ഓപ്ഷൻ ഡി ന്യൂട്ടൺസ് ലോ. നമ്മൾ കളറിമീറ്റർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? യെസ്, ബിയർ ലാംബേർട്സ് ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അല്ലേ കളറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ? ബിയർ ലോ എന്ന് പറഞ്ഞാൽ വെൻ മോണോക്രോമാറ്റിക് ലൈറ്റ് കളേർഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ദ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഒരു കളേർഡ് സൊല്യൂഷനിൽ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അതാണ് ബിയർ ലോ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ലൈറ്റിനെ ഇവർ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സൊല്യൂഷനിൽ എത്ര കോൺസെൻട്രേഷനിൽ ആ സബ്സ്റ്റൻസ് പ്രസൻ്റ് ആണ് എന്നുള്ളതിന് ഈക്വൽ ആണ്. ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ക്യുവറ്റിൻ്റെ ഈ ഒരു പാത്ത് ലെങ്ത്തിൽ, ഇതാണ് പാത്ത് ലെങ്ത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ബിയർ ലാംബേർട്സ് ലോ. വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ്ഡ് ത്രൂ എ കളേർഡ് സൊല്യൂഷൻ, അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാത്ത് ലെങ്ത്. സോ ഇത് ഈ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് കളറിമീറ്ററും അതേപോലെ തന്നെ സ്പെക്ട്രോഫോട്ടോമീറ്ററും. രണ്ടിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. സ്പെക്ട്രോഫോട്ടോമീറ്ററും കളറിമീറ്ററും രണ്ടും ഈ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. that is which is come under RFT. RFTൻ്റെ അണ്ടറിൽ വരുന്നത് ഓപ്ഷൻ എ കൊളസ്ട്രോൾ, ഓപ്ഷൻ ബി ക്രിയാറ്റിൻ, ഓപ്ഷൻ സി STPT, ഓപ്ഷൻ ഡി ബിലിറുബിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ക്രിയാറ്റിൻ ആണ് അല്ലേ. RFT എന്ന് പറഞ്ഞാൽ എന്താ? റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ആണ് അല്ലേ RFT എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ RFTയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, അതുപോലെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം പോലെയുള്ള ബൈകാർബണേറ്റ്സ് പോലെയുള്ള മിനറൽസ്, പിന്നെ ബ്ലഡ് യൂറിയ, നൈട്രജൻ, ഇതൊക്കെയാണ് നമ്മൾ കോമൺലി റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ ചെയ്യാറുള്ളത്. പക്ഷേ ബിലിറുബിൻ ആയിക്കോട്ടെ STPT ആയിക്കോട്ടെ അത് നമ്മൾ ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലാണ് അല്ലേ. STPT ബിലിറുബിനൊക്കെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. കൊളസ്ട്രോൾ നമ്മൾ ചെയ്യുന്നത് ലിപ്പിഡ് പ്രൊഫൈലിലാണ്. ഓരോന്നും എന്തിലാണെന്ന് പഠിച്ച് വെക്കണേ. കാരണം ലിപ്പിഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ടോട്ടൽ കൊളസ്ട്രോൾ, LDL, HDL, VLDL, ട്രൈഗ്ലിസറൈഡൊക്കെ നമുക്ക് വരുന്നത് ടോട്ടൽ ലിപ്പിഡ് പ്രൊഫൈലാണ്. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിലോ റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത് യൂറിയ, യൂറിക് ആസിഡ്, കിഡ്നി സംബന്ധമായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കിഡ്നിക്ക് പ്രശ്നം, കിഡ്നിയാണ് നമ്മൾ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ അബ്സോർപ്ഷൻസും സോഡിയം, പൊട്ടാഷ്യം പോലെയുള്ളതിൻ്റെ അബ്സോർപ്ഷനും എക്സ്ക്രീഷനൊക്കെ നടത്തുന്ന ആരാണ്? കിഡ്നിയാണ്. അപ്പോൾ അവരെയാണ് നമ്മളവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിലിറുബിൻ ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിലിറുബിൻ്റെ സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലിവർ നിന്നാണ് കോൺജുഗേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലാണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ഫംഗ്ഷനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടെസ്റ്റാണ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പെഷ്യൽ സ്റ്റെയിനിങ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് റെറ്റിക്കുലോസൈറ്റ്. ഓപ്ഷൻ എ നെഗറ്റീവ് സ്റ്റെയിനിങ്, ഓപ്ഷൻ ബി റിഗ്രസീവ് സ്റ്റെയിനിങ്, ഓപ്ഷൻ സി സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ്, ഓപ്ഷൻ ഡി പ്രോഗ്രസീവ് സ്റ്റെയിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? റെറ്റിക്കുലോസൈറ്റിന് നമ്മൾ ചെയ്യുന്ന സ്റ്റെയിൻ സുപ്രാവൈറ്റൽ സ്റ്റെയിനാണ്. ഏതൊക്കെയാണ് സുപ്രാവൈറ്റൽ സ്റ്റെയിൻ? ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോൾ ഓപ്ഷനായിട്ട് ഇപ്പോൾ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, ന്യൂ മെഥിലിൻ ബ്ലൂ എന്നൊക്കെ വന്നാൽ അതാണ് സുപ്രാവൈറ്റൽ സ്റ്റെയിൻ. സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് ആയിട്ടുള്ള സെൽസിന് ചെയ്യുന്നതാണ്. സോ ഏതൊക്കെയാ? ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, ന്യൂ മെഥിലിൻ ബ്ലൂ എല്ലാം നമ്മൾ എന്താണ്? സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എക്സാമ്പിളാണ്.
സോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല രീതിയിൽ ചോദിക്കാം. ബ്രില്യൻ ക്രൂസൈൽ ബ്ലൂ ആർക്ക് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്, അല്ലെങ്കിൽ ന്യൂ മെഥിലിൻ ബ്ലൂ ആർക്കാണ് ചെയ്യുന്നത്, സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ആർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന് സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ചെയ്തു എന്ന് മാത്രമാണ് പഠിച്ചു പോകുന്നതെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സുപ്രാവൈറ്റൽ സ്റ്റെയിൻസുകളാണ് ബ്രില്യൻ ക്രൂസൈൽ ബ്ലൂ, ന്യൂ മെഥിലിൻ ബ്ലൂ എന്നൊക്കെ പഠിച്ച് നമ്മളൊരു ആ ഒരു ഏരിയ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാപ്സ്യൂൾസിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നെഗറ്റീവ് സ്റ്റെയിനിൽ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ സ്റ്റെയിൻ ചെയ്യേണ്ടത് അതിനെ സ്റ്റെയിൻ ചെയ്യും അല്ലേ, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ ഇവിടെ നെഗറ്റീവ് സ്റ്റെയിനിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. നമുക്കിവിടെ സ്റ്റെയിൻ ചെയ്യേണ്ട കാര്യം നമ്മൾ സ്റ്റെയിൻ ചെയ്യാണ്ട് ബാക്ക്ഗ്രൗണ്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതാണ് നെഗറ്റീവ് സ്റ്റെയിൻ. ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻമ്പോൾ പക്ഷേ ഇത് കാണാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ആണെങ്കിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യാത്ത കാര്യം നമുക്ക് റിഫ്രാക്ടറിൽ കാണാൻ പറ്റില്ലേ? യെസ്, കാണാൻ പറ്റും. ദാറ്റ് ഈസ് നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറയും. പിന്നെ റിഗ്രസീവ് സ്റ്റെയിനും ഉണ്ട്, പ്രോഗ്രസീവ് സ്റ്റെയിനും ഉണ്ട് അല്ലേ. പ്രോഗ്രസീവ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സ്റ്റെയിൻ ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെയിനിങ് ടൈമും സ്റ്റെയിനും കൊടുത്തിട്ട് ഓവർ സ്റ്റെയിൻ ചെയ്യാണ്ട് കറക്റ്റായിട്ട് സ്റ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ പ്രോഗ്രസീവ് സ്റ്റെയിൻ എന്ന് പറയും. റിഗ്രസീവ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസിനെ ആദ്യം ഓവർ സ്റ്റെയിൻ ചെയ്യും, എന്നിട്ട് പിന്നെ അത് ഡീകളറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓവർ സ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിഗ്രസീവ് സ്റ്റെയിൻ. പ്രോഗ്രസീവ് സ്റ്റെയിനിൽ എന്താണ്, നമ്മൾ ആവശ്യമായിട്ടുള്ള കോൺസെൻട്രേഷനേ കൊടുക്കുള്ളൂ, ആവശ്യമായിട്ടുള്ള സമയം മാത്രമേ നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോഗ്രസീവ് സ്റ്റെയിൻ. റിഗ്രസീവ് ആണെങ്കിൽ ഓവർ സ്റ്റെയിൻ ചെയ്യും, ഓവർ സ്റ്റെയിൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കളർ നമ്മൾ പിന്നെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിഗ്രസീവ് സ്റ്റെയിൻ. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ആമസോൺ കിൻഡിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.